അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പോളിംഗ് കഴിഞ്ഞിട്ടും ഇപ്പോൾ അവിടെ അടി തീരാതെ കോൺഗ്രസ് എന്നാണ് വാർത്ത വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുടെ പൂരമാണ് അവിടെ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ കോൺഗ്രസിൽ ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ പോളിംഗ് കഴിഞ്ഞും അടങ്ങുന്നില്ല. മുതിർന്ന നേതാവ് VS വിജയരാഘവൻ ആദ്യ വെടി പൊട്ടിച്ചതിന് പിന്നാലെ K മുരളീധരനും മുൻ MLA CP മുഹമ്മദും എതിർ ശബ്ദവുമായി പുറത്തുവന്നു. BJPയുടെ തീവ്ര ഹിന്ദുത്വ മുഖമായിരുന്ന സന്ദീപ് വാര്യരെ നിലപാട് തിരുത്താതെ പാർട്ടിയിലെടുത്തത് ദോഷം ചെയ്യുമെന്ന വാദം നേരത്തെ കോൺഗ്രസിലുണ്ട്. സന്ദീപിന്റെ വരവ് BJPക്ക് ഗുണം ചെയ്യുമെന്നും കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് മുതിർന്ന നേതാവ് VS വിജയരാഘവൻ പ്രതികരിച്ചത്. ദീർഘകാലം DCC പ്രസിഡന്റായിരുന്ന താൻ സന്ദീപിന്റെ വരവ് അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. ചർച്ചയില്ലാതെയാണ് സന്ദീപിനെ കോൺഗ്രസിലെടുത്തതെന്നും ഇതിലുള്ള അസംതൃപ്തിയുമാണ് വിജയരാഘവൻ പ്രകടിപ്പിച്ചത്. കാടടച്ച് പ്രചരണം നടത്തിയിട്ടും പോളിംഗ് കുറഞ്ഞത് പരിശോധിക്കണമെന്നാണ് K മുരളീധരൻ പറഞ്ഞത്. വോട്ടർമാർ മുഖം തിരിച്ചുവെന്ന് പറയുന്നതിലൂടെ മുരളീധരനും നേതൃത്വത്തെയാണ് ലക്ഷ്യമിടുന്നത്. സന്ദീപിനെ എടുത്തത് തിരിച്ചടിയായെന്ന അഭിപ്രായമാണ് CP മുഹമ്മദ് അടക്കമുള്ള നേതാക്കളും പങ്കുവയ്ക്കുന്നത്. ജില്ലാ നേതൃത്വത്തെ പിണക്കിയാണ് ഷാഫി പറമ്പലിന്റെ നോമിനിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ VD സതീശൻ സ്ഥാനാർത്ഥിയാക്കിയത്. DCCയും ജില്ലയിൽ നിന്നുള്ള നേതാക്കളും പ്രചരണത്തിൽ നിന്ന് ഉൾവലിഞ്ഞതോടെ പുറമേ നിന്നെത്തിയ നേതാക്കളാണ് രാഹുലിന് വേണ്ടി പ്രചരണം നയിച്ചത്. കുട്ടിക്കലാശത്തിന് പിന്നാലെ പുറത്തുനിന്നുള്ള സംഘം ജില്ല വിടുകയും ചെയ്തു. ഇത് പോളിംഗ് കുറയാൻ ഇടയാക്കി എന്നാണ് വിലയിരുത്തൽ. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ പോളിംഗ് വളരെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണെന്ന്. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതലാണ് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയത്. അവിടെ നിന്ന് അവരുടെ കോൺഗ്രസിൽ നിന്ന് വേറൊരാൾ CPMലേക്ക് പോവുകയും BJPയിൽ നിന്ന് വേറൊരാൾ കോൺഗ്രസിലേക്ക് വരികയും അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ട്. അതായത് ഈ സന്ദീപിന്റെ വരവ് തന്നെ ഇവർ അറിഞ്ഞിട്ടില്ല എന്നാണ് കോൺഗ്രസിലുള്ള പല ആൾക്കാരും പറയുന്നത്. അവരറിഞ്ഞത് തന്നെ മാധ്യമങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിജയരാഘവൻ പോലെയുള്ള ആൾക്കാരൊക്കെ അവരുടെ പ്രതിഷേധം, അതായത് അവർ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. പിന്നെ കാടടച്ചൊക്കെ പ്രചരണമൊക്കെ നടത്തി. പക്ഷെ എന്നിട്ടും പോളിംഗ് കുറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പം ചിലപ്പം പോളിംഗ് കുറഞ്ഞത് നമ്മളിപ്പം പണ്ട് മുതലേ ഇങ്ങനെ കുറേ നാളുകളായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പം ആ ആള് പെട്ടെന്നൊരു ദിവസം നമ്മൾ തെരഞ്ഞെടുപ്പ് വരുവാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇന്ന ആൾ നിൽക്കുന്നുണ്ടായിരിക്കുമല്ലേ, അപ്പം നമുക്ക് വോട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ. കാരണം ആൾ ചിലപ്പോൾ എന്തെങ്കിലും നല്ല കാര്യമൊക്കെ ചെയ്തിട്ടുള്ള ആളായിരിക്കും. പക്ഷെ ആ ആളെ പെട്ടെന്ന് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വോട്ട് ചെയ്യാനുള്ളൊരു താല്പര്യം കുറയും. നമ്മൾ വോട്ട് ഒന്നുകിൽ നമ്മൾ പോയിട്ട് അസാധുവായിട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വോട്ട് ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ കുറേ പേര് ഇവിടെയും ചെയ്തിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നതിൽ കോൺഗ്രസിലുള്ള പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രശ്നങ്ങളുണ്ടായത്. പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ കുറേ വിവാദങ്ങളും ഉണ്ടായതാണ്. കള്ളപ്പണം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വിവാദങ്ങളും ഉണ്ടായതാണ്. അപ്പോൾ എന്തായാലും ഇവർ ഇപ്പോഴും ഇത് കഴിഞ്ഞിട്ടും കോൺഗ്രസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. പോളിംഗ് കുറഞ്ഞതിൻ്റെ കാരണങ്ങളും പറഞ്ഞു, രാഹുലിനെ കൊണ്ടുവന്നതിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സന്ദീപിനെ കൊണ്ടുവന്നതിൻ്റെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസിൽ മൊത്തത്തിലൊരു അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് കഴിഞ്ഞു, ഇനിയിപ്പം നാളെയല്ലേ റിസൾട്ട് വരിക, 23-ന്. എന്നിട്ടും ഇവിടെ അടി കഴിഞ്ഞിട്ടില്ല. അപ്പൊ നാളെ റിസൾട്ട് വന്നു കഴിയുമ്പോ എന്തായിരിക്കും അല്ലേ, പറയാൻ പറ്റില്ല എന്നാ സംഭവിക്കാൻ പോണേന്ന്. ഓക്കെ, എന്തായാലും നോക്കാം നമുക്ക്.